എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഴയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ കളിപ്പാട്ടങ്ങളുടെ മഴയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ, സ്വപ്നത്തിലെങ്കിലും കേട്ടിട്ടുണ്ടാവുമോ? ശരി, എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ശരിക്കും കളിപ്പാട്ടങ്ങളുടെ മഴയെക്കുറിച്ച് ഒരു കഥ പറയാം. ദേവതയും പാവമഴയും. കർമ്മപുര എന്നു പേരായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമം വളരെ ദാരിദ്ര്യമായിരുന്നു. അവിടുത്തെ ആളുകൾക്ക് ശരിക്ക് ഭക്ഷണം കഴിക്കുവാൻ പോലുള്ള കാശില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ അവർ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. ഇങ്ങനെ വിഷമിച്ചിരുന്ന അവർ ഇതിനെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. എത്ര കാലമായി നമ്മൾ ഈ ദാരിദ്ര്യം മാറ്റാൻ ശ്രമിക്കുന്നു, എങ്കിലും ഒരു പ്രയോജനവുമില്ല. എന്തു ചെയ്യും? അതെ രാജു സാറേ, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. കുട്ടികളും വലുതായി വരികയാണ്. അവരുടെ ആവശ്യങ്ങളും ചിലവുകളും വർദ്ധിച്ചു വരുന്നു. നമ്മുടെ ദാരിദ്ര്യം മാറിയിട്ട് അതൊന്നും നോക്കാൻ പറ്റില്ല. അയ്യോ, എൻ്റെ കുട്ടികളുടെ തുണികളൊക്കെ കീറി. ഇപ്പോഴവർ കീറിയ തുണിയും കൊടുത്താണ് നടക്കുന്നത്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലേ? ഇല്ല, ഞാനൊരു ഉപായവും കണ്ടുപിടിച്ചിട്ടില്ല. അതിൽ കുറച്ച് തുണി വച്ച് പിടിപ്പിച്ച് തയ്ച്ചെടുക്കും. അയ്യോ ശോഭ ചേച്ചി, രാജു തുണിയുടെ കാര്യമല്ല പറയുന്നത്. പിന്നെ അവർ പറയുന്നത് ഈ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ചെയ്യുവാൻ പറ്റുമോ എന്നാണ്. ഇപ്പോൾ എന്തെങ്കിലും അത്ഭുതം നടന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ആരതി, നമ്മുടെ ഗ്രാമത്തിന്റെ അവസ്ഥ കണ്ട് അതും ഇവിടെ നിന്ന് പോയി കളയും. അടുത്ത ഗ്രാമത്തിലെ സേട്ടിനോട് സഹായം ചോദിച്ചാലോ? വേണ്ട, ആ സേട്ട് നമ്പർ 1 കുറുക്കനും അത്യാഗ്രഹിയുമാണ്. അഥവാ അയാളുടെ അടുത്ത് ചെന്നാൽ നമ്മൾ കൊടുത്തു മുടിയും. പിന്നെ നമ്മുടെ പക്കൽ എന്ത് വഴിയാണുള്ളത്? അവിടെ ചെന്നൊന്ന് നോക്കാം. അഥവാ എന്തെങ്കിലും സഹായം കിട്ടിയാലോ? ഒരു തവണ ഒന്ന് പോയി നോക്കുന്നതിൽ എന്താണ് തെറ്റ്? വരൂ, പോയി നോക്കാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. ഞാൻ ജയിച്ചാൽ എന്ത് തരും? അയ്യോ ശോഭ. രാജു, നിങ്ങൾ പറയൂ. ശോഭയോട് പറയൂ, അവിടെ വെച്ച് അവളുടെ ബുദ്ധി കൂടുതൽ ഉപയോഗിക്കരുതെന്നും കുറച്ച് ശാന്തത പാലിക്കണമെന്നും. ഞാൻ തന്നെയായിരിക്കും ഇനി ജയിക്കുക. ശരി, ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാം. ഗ്രാമത്തിലെ സേട്ടിനെ കാണുവാനായി എല്ലാവരും തയ്യാറായി. അടുത്ത ദിവസം തന്നെ എല്ലാവരും അടുത്തുള്ള ഗ്രാമത്തിലേക്ക് തിരിച്ചു. അല്പസമയത്തിന് ശേഷം അവർ അവിടെ എത്തുകയും ചെയ്തു. സേഠി അകത്തുണ്ടോ? ആരാണ് നിങ്ങളൊക്കെ? ഞങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും വന്നതാണ്. ഓ, ആ പൊട്ട ഗ്രാമത്തിൽ നിന്നോ? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? സേഠി, ഞങ്ങളുടെ കയ്യിൽ ആഹാരത്തിനുള്ള കാശില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമോ? എന്താ എന്റെ നെറ്റിയിൽ വിവരമില്ലാത്തവനെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, എഴുതിയിട്ടില്ല. താങ്കൾ എന്താണ് എഴുതിയിരിക്കുന്നത്? ഹേ, എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? ബുദ്ധി കുറവാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതിരുന്നൂടെ? ഓ, പിന്നെയും തുടങ്ങിയോ? ഞാൻ എന്താണ് അതിന് പറഞ്ഞത്? വണ്ടി, നിന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സേഠി, ക്ഷമിക്കണം. ഇവളെങ്ങനെ വല്ലതുമൊക്കെ പറയും. പറയൂ, ഇവിടെ എന്തിനാണ് നിങ്ങളൊക്കെ വന്നത്? സേഠി, ഞങ്ങളുടെ കൈവശം അശേഷം കാശില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമോ അങ്ങേക്ക്? നിങ്ങൾ ഗ്രാമവാസികളോട് ഞാൻ എന്തെങ്കിലും കരാർ ചെയ്തിട്ടുണ്ടോ? ഇല്ല സേഠി, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യൂ. ഞങ്ങൾക്കിപ്പോൾ പണത്തിന് ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങളുടെ കുട്ടികൾ വളർന്നു വരുന്നു, അവരുടെ ആവശ്യങ്ങളും. അങ്ങ് എന്തെങ്കിലും സഹായം ചെയ്താൽ ഞങ്ങളുടെ കുട്ടികളെ ശരിയായിട്ട് വളർത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിന് പകരമായിട്ട് എനിക്കെന്ത് കിട്ടും? ഞങ്ങളുടെ കയ്യിൽ തരാനായിട്ടൊന്നുമില്ല സേഠി. പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്തിനു പണം തരണം? ഞങ്ങളുടെ കയ്യിൽ സത്യമായും തരാനായി ഒന്നുമില്ല. ഞാൻ ഒരു കരാറിൽ മേൽ പണം തരാം. അങ്ങനെയെങ്കിൽ ഞാൻ ജയിക്കും. ഇവൾക്കെന്താ കിറുക്കണ്ടോ? എന്താണ് ഇവളീ പറയുന്നത്? മിണ്ടാതിരിക്കെ ശോഭ. സേഠി, അങ്ങ് പറഞ്ഞാലും. ഇതാണ് കാര്യം. നിങ്ങളെല്ലാവരും എൻ്റെ പാടത്ത് വന്ന് പണിയെടുക്കണം.
പക്ഷേ അങ്ങയുടെ പാടം ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും വളരെ ദൂരെയാണല്ലോ. എങ്കിൽ ശരി, പണത്തിന്റെ കാര്യം അങ്ങ് മറന്നേക്കൂ. ഇല്ല ഇല്ല സേഠ്ജി, ഞങ്ങൾ പണിയെടുക്കാൻ വരാം. നാളെ മുതൽ തന്നെ ഞങ്ങൾ പണിയെടുക്കാൻ വരാം. വളരെ നല്ല കാര്യം. എല്ലാവരും അവിടെ നിന്നും അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു. വഴിയിൽ രാജു ആരതിയോട് ചോദിച്ചു, നീ അവിടെ വെച്ച് സമ്മതിച്ചു, പക്ഷേ നമ്മൾ ഇത്ര ദൂരം എങ്ങനെ പോയി വരും? നമ്മളെല്ലാവരും ഒരുമിച്ച് പോകില്ല. വീടുകളിലെ പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ചു ചേർന്ന് ഈ പണി ചെയ്യും. ഒരു ദിവസം വീട്ടിലെ സ്ത്രീകൾ, അടുത്ത ദിവസം വീട്ടിലെ പുരുഷന്മാർ. അയ്യോ, നിങ്ങൾ വളരെ ബുദ്ധിശാലി തന്നെ. നിങ്ങൾ മാത്രമേ പന്തയത്തിൽ ജയിക്കൂ. ചേച്ചിമാരെ, ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. മോശമായ സമയമാണിപ്പോൾ. നമ്മൾ കഠിനമായി അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. എല്ലാവരും സേട്ടിന്റെ പാടത്ത് കഠിനാധ്വാനം ചെയ്തു. മാസത്തിന്റെ അവസാന ദിവസം എല്ലാവരും കൂടി സേട്ടിനെ കാണാൻ പോയി. സേഠി, ഞങ്ങളുടെ പൈസ തന്നാലും. മുനി, എല്ലാവരുടെയും പൈസ അങ്ങ് കൊടുത്തേക്കൂ. 100, 150. ഇത് വളരെ കുറവാണ്. എങ്കിൽ ഞാൻ എൻ്റെ ഖജനാവ് തന്നെ എടുത്ത് നിങ്ങൾക്കങ്ങ് തരാം. പക്ഷേ സേഠി, അങ്ങ് പറഞ്ഞിരുന്നു ഞങ്ങളെ സഹായിക്കാമെന്ന്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ജോലി നൽകി. ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല. പക്ഷേ ഈ തുക വളരെ കുറവാണ്. വേണമെങ്കിൽ മേടിക്കുക, ഇല്ലെങ്കിൽ ഇവിടെ നിന്നും പോവുക. അയ്യോ, പാവപ്പെട്ട ഗ്രാമീണരെ സേട്ട് വിഡ്ഢിയാക്കി. അവന്റെ പണി മുഴുവൻ പൂർത്തിയാക്കി, പക്ഷേ ശരിക്കുള്ള പണം നൽകിയില്ല. അപ്പോൾ അതുവഴി ഒരു ദേവത കടന്നുപോയി. സേട്ടിൻ്റെയും നിസ്സഹായരായ ഗ്രാമവാസികളുടെയും സംസാരം അത് കേട്ടു. അത് ശ്രദ്ധിച്ച ദേവതയ്ക്ക് വളരെ വിഷമം തോന്നി. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഗ്രാമവാസികളുടെ പിറകെ അത് പോകുവാൻ തുടങ്ങി. ആ സേട്ട് നമ്മളെ കൊണ്ട് മുതലെടുത്തു. അയ്യോ എന്റെ കൃഷ്ണ, എന്ന് വെച്ചാൽ നമുക്ക് പന്തയം നഷ്ടപ്പെട്ടു എന്നാണോ? ഹോ 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 ഹോ. നമ്മൾ ചതിക്കപ്പെട്ടു. അപ്പോൾ ദേവത അവിടെ എത്തി. നിങ്ങൾക്ക് നീതി ലഭിക്കും. ദേവത? അതെ, ഞാൻ നിങ്ങളുടെ സംസാരം കേട്ടു. ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് ഇവിടെ എത്തിയത്. പക്ഷേ നിങ്ങളിതെങ്ങനെ ചെയ്യും? ഞാനൊരു ദേവതയാണ്. എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളുടെ സന്തോഷം മാത്രമാണ് വേണ്ടത്. അവർക്ക് ഞങ്ങളിൽ നിന്ന് എന്ത് വേണമോ അതെല്ലാം അവർക്ക് നൽകണം. എല്ലാം നൽകാൻ കഴിയും. ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് കാണുക. ആബ്രകാഡാബ്ര, കിലുകിലുച്ചു. എന്താണിത്? ഇത് ആ അത്യാഗ്രഹി സേട്ടിന്റെ പണപ്പെട്ടിയാണ്. ഇത് നിങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ പങ്കിട്ടെടുക്കുക. ജീവിതം സന്തോഷത്തോടെ ചിലവഴിക്കുക. ആ അത്യാഗ്രഹിക്ക് പാവപ്പെട്ടവന്റെ പണം മരിക്കാനുള്ള ശിക്ഷ നൽകി. നിങ്ങൾക്ക് വളരെ വളരെ നന്ദി. കൂടാതെ ഞാൻ ഈ ഗ്രാമത്തിലെ കുട്ടികൾക്ക് ഒരു സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നു. ഇനി ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. ആ ദിവസം മുതൽ ഗ്രാമവാസികൾ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ല. മറുവശത്ത് സേട്ടിന്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഭഗവാനെ, എന്റെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ എവിടെ പോയി? ഞാൻ ആകെ തകർന്നു പോയല്ലോ. ഹലോ ഫ്രണ്ട്സ്, കമന്റ് ചെയ്ത് ഈ കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് അറിയിക്കുക. ഈ കഥ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാൻ മറക്കരുതേ. ബൈ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.